നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഡിസംബർ മാസത്തെ പൂര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. പൂര നക്ഷത്രക്കാരെ സംബന്ധിച്ച് സർവാഭിഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. ഭാഗ്യാധിപതി തന്നെയാണ് സർവാഭിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം. അപ്പം നല്ല ഭാഗ്യം അനുഭവിക്കാനും ദൈവാധീനത്തിനും അനുകൂലമായിരിക്കുന്ന സമയമാണ്. എന്നാൽ അഷ്ടമത്തിലാണ് ശനി. അപ്പോൾ ശനി പിഴവിൻ്റേതായിരിക്കുന്ന പ്രശ്നമുള്ളത് കാരണം കൊണ്ട് ഇടയ്ക്ക് തലവേദന, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ അനുഭവപ്പെടുക, എന്ത് കാര്യത്തിന് ഇറങ്ങിയാൽ ആദ്യം ഒരു തടസ്സം ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അതേപോലെ തന്നെ ശാരീരികമായിട്ട് നടുവേദന, അടിവയറ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ലഗ്നാൽ 5-ാം ഭാവത്തിൽ ചൊവ്വയും സൂര്യനും കൂടിയാണ് നിൽക്കുന്നത്. അപ്പം ലഗ്നാധിപതി തന്നെ 5-ാം ഭാവത്തിൽ വ്യാഴദൃഷ്ടിയോടുകൂടി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണവുമുണ്ട്. എന്നാൽ മാത്രമല്ല ഭാഗ്യാധിപതിയോട് യോഗം ചെയ്തുവാൻ കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യാദി അഭ്യഷ്ട ഭാവേശോപ്യ അശുഭോ ഭാവപുഷ്ടി എന്ന് പറയുന്ന യോഗമുള്ള കാരണം ഭാഗ്യാധിപതി അവിടെ നിന്നാലും നല്ല ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമാണുള്ളത്. എങ്കിൽ പോലും കുറച്ച് എടുത്തിയാട്ടം കൂടുക, ദേഷ്യം കൂടുക, ആവശ്യമില്ലാത്ത മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി യോഗമുണ്ട്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും സൂര്യനും ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നതുണ്ട്. നവംജപ്രഗ്നം എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 4-ാം ഭാവത്തിൽ ബുധശുക്ര യോഗമാണ്. ഭവന സംബന്ധമായ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അതേപോലെ ലാഭാധിപതിയും ധനാധിപതിയുമായിരിക്കുന്ന ബുധനാണ് 4-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വീട് മോടി പിടിപ്പിക്കുക, വീട്ടിലേക്ക് വേണ്ട ഗ്രഹോപകരണങ്ങൾ പോലെയുള്ള വസ്തുക്കളൊക്കെ വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. എന്നാലും ലഗ്നത്തിൽ നിൽക്കുന്ന കേതു വിപരീത സ്വഭാവം ഉണ്ടാക്കും. സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാക്കും, ഇടയ്ക്ക് തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും സഹായ സ്ഥാനാധിപതി 4-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. പ്രത്യേകിച്ചും കർമാധിപതിക്ക് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടിയുണ്ട് എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണം കൊണ്ട് തൊഴിലിൽ നല്ല ഉയർച്ച ഉണ്ടാകാനും ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ആ രീതിയിൽ നല്ല രീതിയിലുള്ള ഗുണങ്ങളുള്ളത് കാരണം വാഹന സംബന്ധമായിട്ട് അനുകൂലമാണ്. വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് വാഹനം വാങ്ങാനായിട്ട് സാധിക്കും. ഭൂമി വാങ്ങാനും വാഹനം വാങ്ങാനും ഒക്കെ യോഗമുള്ള സമയമാണ്. അതേപോലെ വീട് മോടി പിടിപ്പിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. മാനസികമായിട്ടുള്ള ടെൻഷൻ, എടുത്തിയാട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഹാരം വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സമസ്ത മേഖലകളിലും അനുകൂലം എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത്. എന്നാൽ 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്ന കാരണം മക്കളെ പ്രതി കുറച്ച് മാനസിക ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലതാണ്. പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധ കൂടും, ഏകാഗ്രത ഉണ്ടാവും, ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സീറ്റ് കിട്ടുക, അതുപോലെയുള്ള നല്ല ഫലങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമാണ്. നല്ല തൊഴിൽ കിട്ടാൻ യോഗമുണ്ട്. കാരണം ലഗ്നാൽ 2-ാം സ്ഥാനാധിപതിയായിരിക്കുന്ന ബുധനോട് ചേർന്ന് കർമാധിപതി കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്താണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തൊഴിൽ മേഖലയിൽ വളരെ അനുകൂലമായ ഗുണമുണ്ടാകുന്ന മാസമാണ്. അതുപോലെ തന്നെ പഠനത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. കുടുംബ സംബന്ധമായ സുഖം അനുഭവിക്കാനും സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമാകാനൊക്കെ യോഗമുള്ള സമയമാണ്. എടുത്തിയാട്ടത്തിന് ഒന്ന് കുറയ്ക്കുന്നത് നന്നായിരിക്കും. അതേപോലെ നാഗപൂജ, നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജ മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച നല്ല ഗുണം ഈ മാസത്തിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.